വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഇതിനുള്ള എല്ലാ ശക്തിയും ലഭിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാരന്റെ ജീവിത സാക്ഷ്യം ഇതാസ്വദിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും സ്പർശിക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കുന്ന ജീവിതം, അവിടെ നിന്ന് ചൈതന്യം, ദൈവമെല്ലാം നന്മയ്ക്കായി തീർക്കുമെന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കൈപിടിച്ചുള്ള വഴി നടത്തും. അത് ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകുന്നുവെന്ന സാക്ഷ്യം എല്ലാവർക്കും ഒരു സന്ദേശമാണത്. ജോൺസൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ അടയാളപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക് നമ്മൾ വരികയാണ്. മനോഹരമായ ഗാനം, മലയാളി ഏറ്റെടുത്ത, ഒരുപാട് പേരെ പ്രാർത്ഥിപ്പിച്ച, ആശ്വസിപ്പിച്ച ഗാനം. നമുക്ക് ആ ഗാനമൊന്ന് കേട്ടിട്ട് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ.
പല പാട്ടുകളും രൂപം കൊണ്ടത് കാതിൽ ദൈവം ചൊല്ലിത്തന്നു എന്ന മട്ടിൽ പിറവിയെടുത്തതാണ്. സ്വന്തമായിട്ട് വാക്കുകളോ പദാവലികളോ കണ്ടെത്തിയതല്ല. അല്ല. അങ്ങ് അതുകൊണ്ട് തന്നെ അത്തരം പാട്ടുകൾക്ക് ജനമനസ്സിലൊരു പക്ഷേ സ്വാധീനം ഉണ്ടാക്കാനും കഴിയും. പ്രാർത്ഥനയിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ പാട്ടുകളായി മാറിയപ്പോൾ ജോൺസന് തോന്നിയിട്ടുണ്ടോ കുത്തിയിരുന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥിച്ചെഴുതുന്നതാണ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എഴുതുന്ന ശൈലി, ഈ പാട്ടിന് വേണ്ടി എഴുതണം, അങ്ങനെ ഒരു ഇത് എഴുതണം എന്നുള്ള ഒരു ശൈലി എനിക്കില്ല. എനിക്കറിയില്ല. കാരണം ഞാനൊരു പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 2 വർഷം വളരെ ഉഴപ്പായിരുന്നു. അതുകൊണ്ട് പഠനപരമായ ആ മേഖലയിലുള്ള ബുദ്ധി വൈഭവം ഒന്നും എനിക്ക് അധികമില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഈ പാട്ടുകൾ എഴുതുമ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ ഇതെങ്ങനെ പറ്റുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ പലപ്പോഴും വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഈ എഴുതിയ വാക്കുകൾ പലതും വചനത്തിൽ കണ്ടെത്താറുണ്ട്. മിക്കവാറും പാട്ടുകളിലൊക്കെ തന്നെയും ഈ വചനത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്നോട് പലരും പറഞ്ഞു, നിൻ ഹൃദയവാതിലിന്റെ ഓടാമ്പൽ നീക്കി മോദം. ഈ സാധാരണ ഗാനങ്ങളിലൊന്നും ഈ ഓടാമ്പൽ ഇങ്ങനെയുള്ള ബിംബങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ള കാര്യമല്ല അത്. എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു, ഞാൻ എഴുതി. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അത് പുതിയൊരു വാക്കാണ്, പുതിയൊരു രീതിയാണ്, ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അത് ബൈബിളിൽ വായിക്കുമ്പോൾ യെശയ്യാ 45:2-3 അതിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പ് പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തറക്കുകയും ഇരുമ്പോടാമ്പൽ ഒടുക്കുകയും ചെയ്യും. അവിടെ ഓടാമ്പലുണ്ട്. അങ്ങനെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ പോലുള്ള ചില ബിംബങ്ങൾ ഉണ്ട്. അതുപോലെ പല പാട്ടുകളിലും ആ വചനം കടന്നു വരാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ഒരാൾ പറയുന്ന ഒരു വാക്കായിരിക്കും നമ്മൾക്ക് ഇൻസ്പിറേഷൻ. ഒരു ബാംഗ്ലൂർ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരാളോട് ധ്യാനത്തിന് ആൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, ഒരു ആത്മീയ ജന്നത്തിന് വേണ്ടി. ആ വാക്ക് മറ്റുള്ളവരോട് പറഞ്ഞത് ഈ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായി അതിൽ നിന്നൊരു കുറച്ച് നാളുകൾക്ക് ശേഷം പള്ളി കഴിഞ്ഞ് ഞാനിങ്ങനെ പോയി വീട്ടിലിരിക്കുന്ന പോകുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഈശോയെ വഹിച്ചൊരാ ഉദരത്തിലായി ആത്മീയമായി എന്നെ വഹിക്കണമേ, അമ്മേ മാതാവേ നിൻ മകനായി എനിക്കൊരു പുതുജന്മമേകണമേ. അങ്ങനെ പല സാഹചര്യങ്ങളിൽ പലരും പറഞ്ഞ കാര്യങ്ങൾ പാട്ടുകളിലൂടെ വരാറുണ്ട്. വലിയൊരു മാതൃഭക്തനാണ് ജോൺസൺ എന്ന് പറയുന്നു. മാതാവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ഈശോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈശോയുടെ വചനം പാലിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ വചനം നമ്മൾ പാലിക്കുമ്പോൾ സ്വാഭാവികമായും ഈശോ നമ്മൾ വസിക്കും. അപ്പോൾ ഓരോ ദിവസവും കാരുണ്യത്തിൽ നമ്മളിൽ അണയുന്ന ഈശോയെ നമ്മളിലുള്ള ഈശോയുടെ തോത് വർദ്ധിപ്പിക്കാൻ, ഈശോയെ വളർത്താൻ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മാതാവിനാണ്. ബാലനായിരുന്ന ഈശോ ഏതൊക്കെ തരത്തിൽ മാതാവിനെ ആശ്രയിച്ചോ, ദൈവമായിരുന്നിട്ട് കൂടി അവൻ ഒരു മനുഷ്യ വ്യക്തിയെ, അവന്റെ അമ്മയെ ആദരിച്ചു, സ്നേഹിച്ചു, ആശ്രയിച്ചു. ആ അമ്മയുടെ വലിയ പങ്ക്, രക്ഷാകര കൃത്യത്തിലുള്ള പങ്ക്, ഈശോയെ വഹിച്ചതിലുള്ള പങ്ക്, അതിൻ്റെയൊക്കെ ഒരു എന്നിൽ അറിയാതെ തന്നെ വന്നുപെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് മാതാവിനോടുള്ള ഭക്തി. മാതാവിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈശോയോടുള്ള ഭക്തിയാണ്. അല്ലാതെ ഞാൻ ഒരുപാട് അങ്ങനെ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ, പക്ഷെ എനിക്ക് സ്നേഹമാണ്, അമ്മയോട് സ്നേഹമാണ്. ജപമാല ചൊല്ലാറുണ്ട്. എന്നിലുള്ള എല്ലാ കാര്യത്തിനും എൻ്റെ ആദ്യത്തെ പാട്ട് പ്രസിദ്ധീകൃതമായത് മാതാവിൻ്റെയാണ്. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് മാതാവിൻ്റെയാണ്. അപ്പൊ ആദ്യത്തെ പാട്ട് വന്നത് തലമുറ വാഴ്ത്തുന്നു അമ്മേ എന്നുള്ള പാട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ കണ്ടെത്തിയത് മാതാവ് തന്നെ പ്രവചിച്ചതാണ്, എന്നെ തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ ആ ഈശോയുടെ വംശാവലിയിൽപ്പെട്ട അല്ലെങ്കിൽ തലമുറയിൽപ്പെട്ട അവകാശിയാണെന്നുള്ളൊരു ബോധ്യം, ആ മാതാവിനോടുള്ളൊരു സ്നേഹം, തീർച്ചയായിട്ടും മാതാവാണ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൃദയബന്ധം മാതാവിനോട് കൂടുതലുണ്ട്. ഭൂമിയിലെ ഏറ്റവും നല്ല മകനെ പ്രസവിച്ച ഭൂമിയിലെ ഏറ്റവും നല്ല അമ്മയോട് ഹൃദയബന്ധം സൂക്ഷിക്കുക എന്നത് ഒരു പുണ്യമാണ്. ആ ഹൃദയബന്ധം നമ്മളെ ശക്തിപ്പെടുത്തുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഒരുപാട് പ്രലോഭനങ്ങളിൽ നിന്ന്, ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന്. കാരണം അമ്മ എപ്പോഴും
ഒരു കാവൽ ബിംബമാണ്. അമ്മയുടെ അടുക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭയവും ആശ്വാസവും ഉള്ളത്. അത് സ്വന്തം അമ്മയാകട്ടെ, കാൽവരിയിലെ അമ്മയാകട്ടെ. അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ, മറിയത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഈ ഗാനാഞ്ജലി സമ്പൂർണമായി. വചനത്തോട് ചേർന്ന് നിന്ന്, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ്റെ പാട്ടെഴുത്തിൻ്റെ വഴികളിലൂടെയുള്ള ഈ ഗാനാഞ്ജലി ഇവിടെ പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്കും ജോൺസനും സ്നേഹപൂർവം വന്ദനം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗാനാഞ്ജലി, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി